ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിയിത്ര. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആശംസകൾ ഏവർക്കും ഹൃദയപൂർവ്വം നൽകുന്നു. ഒപ്പം ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ കുർബാനയോട് നാം കാണിച്ച നിന്ന അവമാനങ്ങൾക്ക് പരിഹാരമായി ഒരു പ്രാർത്ഥനയും, വിശുദ്ധ കുർബാനയെ മറ്റുള്ളവർക്കായി നൽകുവാൻ ഒരു അപ്പസ്തോലിക് മിഷൻ ഫയറായി ജീവിച്ച ഒരു വന്യ വൈദികനെ കുറിച്ചും നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം നമ്മുടെ സുവിശേഷത്തിൽ പറയുന്ന ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോ കൂടെ നടന്നിട്ടും ഒരു അപരിചിതനായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കും അവിടുന്ന് ഒരുപക്ഷെ അപരിചിതനായിരിക്കാം. ഒത്തിരി ഏറെ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയും ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുമ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ ലോക്ക്ഡൌണിന്റെയും ജീവിത വ്യഗ്രതകളുടെയും നടുവിൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വസിക്കുന്ന ഈശോയെക്കുറിച്ച് ബോധവാന്മാരാകുവാൻ അല്ലെങ്കിൽ ബോധവതികളാകുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. നമ്മുടെ കൂടെ നടക്കുന്ന ഈശോയെ തിരിച്ചറിയുവാൻ, അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവനൊരു അപരിചിതനാണ് തോന്നുവാൻ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. ആ ഈശോയെ തിരിച്ചറിയുവാൻ, നമ്മുടെ കണ്ണുകൾ തുറക്കുവാൻ ഇന്ന് നമുക്ക് ഈ കൊച്ചു പ്രാർത്ഥനയിൽ അപേക്ഷിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മളെയും ആ ശിഷ്യന്മാരെ പോലെ ശക്തിപ്പെടുത്തട്ടെ. കർത്താവിനെ തിരിച്ചറിയുവാനുള്ള കൃപ കൊണ്ട് നാമും നിറയപ്പെടട്ടെ. നമുക്ക് ആ സംഭവത്തിലേക്ക് പോകാം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈശോയെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത്? അവർ പല കാര്യങ്ങളെക്കുറിച്ചും തർക്കിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആകുലപ്പെട്ടു. കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് അവർ അവരുടെ മനസ്സിനെ ആകുലപ്പെടുത്തി. അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്ന നിലയിലായിരുന്നു. ഗുരുവായ യേശു മരിച്ചതിനു ശേഷം അവർ എന്തിനോ വേണ്ടി എമ്മാവൂസിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വരും വഴി ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്കായിരുന്നു അവർ പോയിരുന്നത്. ഇനി നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ അത് കേൾക്കാം. അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് മുഴുവനും യേശുവിന് സംഭവിച്ച, തങ്ങളുടെ ഗുരുവിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക.
ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടു പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവതരായി നിന്നു. അവരിൽ ക്ലയോഫാസ് എന്നു പേരായ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടിന്ന് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചുവന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലര് കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ അവരും കണ്ടു. എന്നാൽ അവനെ അവർ അവിടെ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്നും അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് പോയി. ഇവിടെ നമുക്ക് വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. വിശുദ്ധമായ അപ്പം ആശീർവദിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. വിശുദ്ധ കുർബാന ഒരുക്കത്തോടെ സ്വീകരിക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്കും സംഭവിക്കുക. അതിനാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് പരിപൂർണമായും ഉണ്ടെന്നുള്ള വിശ്വാസം തകർത്ത് കളയുവാൻ എന്തൊക്കെ നമ്മുടെ ചുറ്റിലും നടന്നാലും അതിലേക്കൊന്നും നമ്മുടെ മനം പതറിപ്പോകരുത്. വിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ട്. എമ്മാവൂസിലെ ശിഷ്യന്മാർക്ക് പറ്റിയതുപോലെ നമ്മൾ ആകുലചിത്തരും കഴിഞ്ഞുപോയതിനെക്കുറിച്ച് വ്യഗ്രചിത്തരുമാണ്. നമ്മൾ പലതിനെക്കുറിച്ചും തർക്കിച്ചും വാദിച്ചും നടക്കുമ്പോൾ അവന്റെ സ്വരം കേൾക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയൊരു കാലഘട്ടത്തിൽ ജീവിച്ചവനായിരുന്നു വന്യനായ ജോൺ കിഴക്കൂടനച്ഛൻ. 2ാം ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾ
എല്ലാവരെയും ഒത്തിരിയേറെ ബാധിച്ചിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഒരു ആത്മീയ പോരാട്ടത്തിന്റെ പടയാളിയായി, അപ്പസ്തോലിക് മിഷൻ ഫയറായി കർമ്മരംഗത്ത് തിരുസഭാ സന്താനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ പണയപ്പെടുത്തിയവനായിരുന്നു ഈ വൈദികൻ. 40ലും 44കളിലും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ വളരെ പ്രത്യേകമായി ഓർത്തെടുക്കേണ്ടതാണ്. സെയിന്റ് ആൻസിൽ കൊച്ചൊരു പള്ളി അവിടുത്തെ ആൾക്കാർക്ക് പണിതുകൊണ്ടും, സെന്റ് തോമസിൽ തന്റെ പ്രാഗൽഭ്യത വെളിപ്പെടുത്തിക്കൊണ്ടും യതീൻ വൈദികനായി വളരെയേറെ പ്രഗത്ഭതയോടെ യതീൻ പഠിപ്പിക്കുമ്പോഴും അദ്ദേഹം കുറേയേറെ സൈക്കിളിൽ സവാരി ചെയ്തുകൊണ്ട് ദൂരെയുള്ള ഇടങ്ങളിലുള്ള മക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് അവരെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തു. ഈ അപരിചിതനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ വളരെയേറെയാണ്. അന്ന് വൈദികർ വളരെ വിരളമാണ്. അന്നത്തെ കഷ്ടതകളോ വളരെയേറെയാണ്. 1911 സെയിന്റ് ആൻസ് ദേവാലയം ഉയർന്നത്. അന്നു തുടങ്ങിയും അദ്ദേഹം സെയിന്റ് ആൻസിലായിരിക്കുമ്പോഴും സെന്റ് തോമസിൽ അധ്യാപക വൃത്തിയിലായി ഏർപ്പെടുമ്പോഴും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അന്നൊരു വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസത്തിന്റെ തലേനാൾ തന്റെ സ്വന്തം സ്ഥാപനത്തിൽ വൈകുന്നേരം കുർബാന ആഘോഷമായി അർപ്പിക്കുവാൻ തന്റെ മക്കളോട് പറഞ്ഞ് എല്ലാം ഒരുക്കിയതിനു ശേഷം തലേനാൾ തന്നെ അദ്ദേഹം ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ പോവുകയാണ് ചെയ്തത്. അദ്ദേഹം സൈക്കിൾ സവാരി ചെയ്യാൻ പറ്റുന്നിടത്തോളം സൈക്കിൾ സവാരി ചെയ്യും. സൈക്കിൾ കൊണ്ട് പോകാൻ പറ്റാത്ത ഇടങ്ങളിൽ നടന്നവശനാകുമ്പോൾ മലവണ്ടി, ചരക്കുകൾ കയറ്റി പോകുന്ന മലവണ്ടി അദ്ദേഹത്തിന് ആശ്രയമായി. അവർ ഇദ്ദേഹത്തെ കയറ്റുവാൻ, വെറുതെ കൊണ്ടുപോകുവാൻ തയ്യാറായിരുന്നു. അദ്ദേഹം അന്ന് എന്തു ചെയ്തു? വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ തലേനാൾ അദ്ദേഹം ചൗക്കയിലേക്കാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ചൗക്കപ്പള്ളിയിൽ അന്ന് പള്ളിയായിട്ടില്ല. അദ്ദേഹം ഒരു കൊച്ചുമാടം പോലെ അവിടെ വെച്ച് കെട്ടി അവിടെയാണ് ബലിയർപ്പിച്ചത്. അന്ന് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുവാൻ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് കടയിൽ കയറി കുറച്ച് ബ്രെഡും കുറച്ച് വെള്ളവും കുപ്പിയിൽ കരുതി. അദ്ദേഹത്തിന്റെ കൂടെ ദേവസി മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് കൊച്ചുകുട്ടി. അദ്ദേഹം കുർബാനയ്ക്ക് കൂടും. അച്ഛന്റെ കൂടെയുള്ള ഒരു ഓൾട്ടർ ബോയ് ആയിട്ടാണ് ദേവസി മാസ്റ്റർ അദ്ദേഹത്തിന്റെ കൂടെ പോവുക. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ എത്തി. ആ പള്ളിയുടെ ഓലച്ചാപ്പൽ അതിന്റെ സങ്കീർത്തയുടെ തിണ്ണയിൽ കിടന്നു. അച്ഛന്റെ കയ്യിൽ ഒരു തോർത്തുണ്ടായിരുന്നു.
ആ തോർത്തു വിരിച്ച് അവിടെ കിടന്നു. രാത്രി വളരെ വൈകിയിരുന്നു. അതുകൊണ്ട് ആരെയും വിളിച്ചില്ല. ഇവർ രണ്ടുപേരും അവിടെ കിടന്നു, ആ അപ്പവും വെള്ളവും, ബ്രെഡും വെള്ളവും കഴിച്ചിട്ട്. എന്തിനേറെ ഉറക്കം കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ, നേരം വെളുപ്പിന് 5:30 കപ്പ്യാർ എഴുന്നേറ്റു. 6 മണിക്ക് 6:30ക്കാണ് അദ്ദേഹം കുർബാന പറഞ്ഞത്. തലേനാൾ വരുമെന്ന് പറഞ്ഞു. പക്ഷേ നേരം വൈകിപ്പോയതുകൊണ്ട് ഇനി വന്നോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് നേരത്തെ കപ്പ്യാർ ഉണർന്നു വന്നതാണ്. അപ്പോഴുണ്ട് ഈ ഒരു കടത്തിണ്ണയിൽ കിടക്കുന്നത് പോലെ ഈ ചാപ്പലിന്റെ തിണ്ണയിൽ, സങ്കീർത്തിയുടെ തിണ്ണയിൽ അച്ഛൻ ഒരു തോർത്തു വിരിച്ച് ഈ കൊച്ചു പയ്യനെയും കൂട്ടി അവിടെ കിടക്കുന്നു. അങ്ങനെ അദ്ദേഹം അന്ന് വേണ്ടതെല്ലാ ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തു. അന്ന് രാവിലെ കുളിയും ഭക്ഷണവും കുർബാനയും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് തിരിച്ച് സെയിന്റ് ആൻസിലേക്കും യാത്രയായി. പ്രിയമുള്ളവരെ, ഒരു ത്യാഗത്തിന്റെ വിലയാണ്. ഇത്രമാത്രം ത്യാഗം ചെയ്തിട്ട് വേണോ നാഥനെ, ഈശോയെ കൊടുക്കുവാൻ? അപരിചിതനായ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട്, പള്ളികൾ ഇല്ലാതിരിക്കെ, വൈദികർ പട്ടക്കാർ ഇല്ലാതിരിക്കെ, മറ്റുള്ളവർക്കായി സേവനം ചെയ്യുവാൻ കഷ്ടതകൾ സഹിച്ച്, തനിക്കുള്ളതെല്ലാം വേണ്ടെന്ന് വെച്ച്, തന്നെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാതെ, തന്റെ ആരോഗ്യം പരിഗണിക്കാതെ അദ്ദേഹം രാത്രികളിലും നടന്ന് രാത്രി 9 മണി ആയപ്പോഴാണ് അവർ അവിടെ എത്തുന്നത്. പ്രിയമുള്ളവരെ, ത്യാഗത്തിന്റെ മനുഷ്യൻ, വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, താൻ സ്നേഹിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ. അതുകൊണ്ടാണ് ആരംഭത്തിലെ തന്നെ ഞാൻ അതിലെഴുതിയിരിക്കുന്ന അപരിചിതനായവനെ പരിചയപ്പെടുത്തുവാൻ തന്റെ ജീവൻ ഹോമിച്ചവനാണ് ഈ വന്യവൈദികൻ. അതെ പ്രിയമുള്ളവരെ, ഒരു അപ്പസ്തോലിക് മിഷൻ ഫയറായിരുന്നു ഈ വൈദികൻ. അദ്ദേഹത്തിൽ യേശുനാഥനോടുള്ള അതിരറ്റ സ്നേഹം ജ്വലിച്ചുകൊണ്ടേയിരുന്നു. വിശുദ്ധ കുർബാന എവിടെ പോയി, ഏതു മുക്കിൽ പോയി ചെല്ലണമോ അവിടെ ഒരു ഓലഷെഡും പണിത് അവിടെ അദ്ദേഹം അതിന് തയ്യാറായി. ഒരുപാട് പള്ളികൾ അദ്ദേഹം ആയിട്ട് തുടങ്ങിവെച്ചു. തുമ്പൂർ മൂഴി എന്ന സ്ഥലത്ത് പോയി കൃഷിവലന്മാർക്കു വേണ്ടി കുർബാന ചൊല്ലിക്കൊടുക്കുന്നതിന് പോലും അദ്ദേഹം അന്ന് കാലഘട്ടത്തിൽ തയ്യാറായി. യാതൊരു സൗകര്യങ്ങളോ വഴികളോ ഒന്നുമില്ലാതെ കാട്ടിൽ കൂടി സഞ്ചരിച്ചു അവിടെ എത്തുവാൻ അദ്ദേഹം തയ്യാറായി. മക്കളെ, നമ്മുടെ എല്ലാം ത്യാഗങ്ങളൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുമുള്ള ആ ആഗ്രഹം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയാണ്? അദ്ദേഹം ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട്, ഈശോയെ അവർക്ക് സന്നിഹിതനാക്കി കൊടുത്തുകൊണ്ട്, അവരുടെ ജീവിതത്തിൽ ആ ക്ലേശ കാലഘട്ടങ്ങളിൽ അത്താണിയും ആശ്രയവുമായി ദൈവത്തെ കൊടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ആ കാലഘട്ടം, ആരോരും തുണയില്ലാതെ ഒരുപാട്
വേദനിക്കുന്ന മനസ്സുകളായിരുന്നു. അവർക്ക് ഈശോയല്ലാതെ അത്താണിയായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇതിന് തയ്യാറായി. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് കടക്കാം. കുർബാനയുടെ ആരാധനയിൽ നമുക്ക് നിന്നാപരിഹാരമായ ജപം ചൊല്ലിക്കൊണ്ട് നമ്മുടെയും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ഈ ജപം ചൊല്ലാം. ദിവ്യകാരുണ്യ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. ഓ, എത്രയും സ്നേഹം നിറഞ്ഞ തിരുഹൃദയമേ, ലോകമൊക്കെയിലും അങ്ങേ നേർക്ക് ചെയ്യപ്പെടുന്ന ദൈവദൂഷണങ്ങൾക്കും ഭക്തിവിഹീനതയ്ക്കും അനാചാരങ്ങൾക്കും മറ്റെല്ലാ ആക്രമങ്ങൾക്കും പരിഹാരമായിട്ടും ഞങ്ങളുടെ സക്രാരികളിൽ സ്ഥിതി ചെയ്യുന്ന തിരുവോസ്തികളെ നിന്റെ പരിശുദ്ധ മാതാവിന്റെ അമലോത്ഭവ ഹൃദയം വഴി നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓ ഈശോയെ, ദിവ്യരക്ഷിതാവേ, വിശ്വാസത്തിന്റെയും പരിഹാരത്തിന്റെയും സ്നേഹത്തിന്റെയും ഏക അരൂപിയാൽ ഞങ്ങളുടെ സഹോദരരായ എല്ലാ പാപികളുടെയും അവിശ്വാസത്തെക്കുറിച്ച് ദുഃഖിതരായി നിൽക്കുന്ന ഈ നിന്റെ മക്കളുടെ മേൽ അനുഗ്രഹമായി തീർക്കാൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയും നിന്നെ സ്നേഹിക്കാത്ത എല്ലാ നിർഭാഗ്യവാന്മാർക്ക് വേണ്ടിയും കരുണ പ്രാപിക്കുവാൻ മനോഗണം ചെയ്യണമേ. മനുഷ്യരുടെ അജാഗ്രതകൾക്കും നന്ദികേടുകൾക്കും മേലാൽ നിന്നെ ആശ്വസിപ്പിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരാളെ ഞാൻ അന്വേഷിച്ചു, എന്നാൽ കണ്ടെത്തിയില്ല എന്ന അങ്ങയുടെ ദുഃഖം നിറഞ്ഞ ആവലാതി അങ്ങേ ദിവ്യ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ടു. ദിവ്യരക്ഷിതാവേ ഈശോയെ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കൊച്ചു ആശ്വാസത്തെ അങ്ങ് ദയയോടെ കൈക്കൊള്ളണമേ. മേലിൽ നിനക്കിഷ്ടകരമായിരിക്കുന്ന വിധം ജീവിക്കുവാനും വിശുദ്ധ കുർബാനയോട് കൂടുതൽ സ്നേഹവും ആദരവും ഭക്തിയും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിനും ഞങ്ങളും അങ്ങേക്ക് ഉപകരണമായി തീരുവാൻ ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് ഇഷ്ടമുള്ള വിശ്വാസമുള്ള മക്കളായി ചേരുന്നതിന് അവിടുത്തെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ ഇപ്പോൾ അങ്ങ് ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈ കൊച്ചു പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണമേ. Hosanna,